കേട്ടോ. ഞാൻ എന്നിട്ട് ചോദിച്ചിരുന്നു, ബാപ്പനെ നിങ്ങൾ ഇവിടുന്ന് യാസീൻ ഒരു പൈസ വാങ്ങിയതിന് പരിഹസിച്ചല്ലോ, ഇത് നിങ്ങളെ നാട്ടിൽ നിന്ന് ഇതുപോലെ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിന്റെ കാരണം അയാളെ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരുണ്ടാവില്ലേ സഹസിലി, അത് ഞാൻ അപ്പൊ മൂപ്പര് പറയാ അവിടെ വാ നാട്ടിലേക്ക്. മൗലവി ഞാൻ ചോദിച്ചു എനിക്ക് ധൈര്യം ഉണ്ടോന്നല്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോന്നാ എന്നോട് അങ്ങോട്ട് വാത് അയാൾ പ്രസംഗിക്കാൻ ഞാൻ അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ ഇയാളെ ബുദ്ധി ഇയാളോട് ഞാൻ ചോദിച്ചു നിങ്ങളെ നാട്ടിൽ പോയിട്ട് പറയാൻ ധൈര്യമുണ്ടോ. അപ്പൊ എന്നോട് അങ്ങോട്ട് വാ നാട്ടിലേക്ക്. അതിന് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോന്നാ ചോദിച്ചേ, അല്ലാതെ എനിക്ക് ധൈര്യമുണ്ടോ നിങ്ങളോട് ചോദിച്ചോ. ഞാനെന്താ പണ്ടാര പറഞ്ഞ പോലെ ഞാനിങ്ങ് വാ നീ അങ്ങ് പോന്ന് പറഞ്ഞു വേണ്ട ഞങ്ങൾ അതുപോലെ പറയുന്ന ആളാണോ ഞാൻ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് യാസീൻ ഓതുന്നതിനെ പറ്റി പറയാൻ ധൈര്യമുണ്ടോന്നാ ചോദിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ പോയി പ്രസംഗിച്ച് തന്നെ വിളിച്ച് നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചിട്ട് മറുപടി പറയാനുണ്ടോ എന്ന് വെച്ചിട്ട് വിളിക്കുക. ആദ്യം നിങ്ങൾ പോയി പ്രസംഗിച്ച് എന്നെ വിളിക്കും നാട്ടിലേക്ക്. പിന്നെ ഇനി ഞാനൊന്നും കേട്ടോ, ഇയാൾ പറയാണ് ഞാൻ എന്റെ ബാപ്പനെ മാത്രമല്ല പറഞ്ഞത് എല്ലാരെയാണ്. എങ്ങനെ ഇയാൾ പറഞ്ഞ ഞാൻ പൊതുവെ പറഞ്ഞതാണ്. പൊതുവെ പറഞ്ഞ ആളുകളെ ബാപ്പയും പറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാവരും ബാപ്പാരും പറ്റിയിട്ടുണ്ട് അല്ലേ. അയാളെ ബാപ്പനെ മാത്രമല്ല എല്ലാരെ ബാപ്പാരും എല്ലാ ആയാലും ഇങ്ങനെയാ പറഞ്ഞതെന്നാണ് ഇയാൾക്ക് അതിന്റെ മറുപടി. അത് കേട്ടോളി, നിങ്ങൾ പൊതുവെ പറഞ്ഞ ആളെന്ന് പറഞ്ഞ് കേട്ടോളി. ഓക്കെ, അല്ലോ ഞാൻ പൊതുവെ പറഞ്ഞതാണ്. പൊതുവെ പറഞ്ഞാണെന്ന് അർത്ഥം എന്താ? എന്റെ ബാപ്പാനെ മാത്രമല്ല ബാക്കിയുള്ളവരെയും കൂടിയാണ്. മറ്റൊരു വെറും ബാപ്പാനെ മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നോക്കുമ്പോ അയാൾ പറയുന്ന എന്റെ ബാപ്പാനെ മാത്രമല്ല പൊതുവെ പറഞ്ഞാണ് എല്ലാരെയും പറഞ്ഞതാണ്. എന്തൊരു സാധനമാണിത്? അയാൾ മറുപടിയാണ് പൊതുവെ പറഞ്ഞതാണ്.